നമസ്കാരം. എല്ലാവർക്കും 777 ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യാത്ര വളരെ സ്പെഷ്യലാണ്. പ്രകൃതി സൗന്ദര്യം നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന കണ്ടാണിശ്ശേരി ഗ്രാമത്തിൽ നിന്നും നമ്മൾ യാത്ര തുടങ്ങി. ഇനി ഏകദേശം 60 കിലോമീറ്റർ സഞ്ചരിക്കാനുണ്ട്. നിരവധി സിനിമകളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു സുന്ദരിയെ കാണാനാണ് കേട്ടോ ഇന്നത്തെ യാത്ര. യാത്ര പ്ലാൻ ചെയ്തപ്പോൾ തന്നെ മഴയാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങോട്ട് ഇറങ്ങി. പോകുന്ന വഴിക്കാണ് ദേ ഒരു ചേട്ടൻ റോട്ടിൽ നിന്നും വരാല് പിടിച്ച് പോകുന്നത് കണ്ടത്. അപ്പോൾ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, മലയാളികളുടെ മനവും കവർന്ന് ബോളിവുഡും അങ്ങ് ഹോളിവുഡ് വരെ കീർത്തി ആർജിച്ച് എന്തിന് SS രാജമൗലിയുടെ എപ്പിക് ഡ്രാമ ബാഹുബലിയിൽ അതിസുന്ദരിയായി കാണപ്പെടുന്ന അതിരപ്പിള്ളി വാട്ടർഫോൾസിലേക്കുള്ള യാത്ര. കേരളത്തിലെ തന്നെ മുഖ്യ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ചാലക്കുടി ഡിവിഷൻ വനസംരക്ഷണ മേഖലയാണ് ഈ കാണുന്നത്. പ്രകൃതി എന്താണെന്ന് പ്രകൃതിയാൽ തന്നെ നമുക്ക് കാണിച്ചു തരുന്ന ഒരു അനുഭവം ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. പൊതുവെ സഞ്ചാരികളെല്ലാം തന്നെ തിരഞ്ഞെടുക്കുന്നത് ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിലാണ്. കാരണം മറ്റൊന്നും അല്ലല്ലോ, മൺസൂൺ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ മാസങ്ങളിലാണല്ലോ. അപ്പോൾ പ്രത്യേകമായി തന്നെ മൺസൂൺ സ്റ്റാർട്ട് ചെയ്ത ഇമ്മീഡിയറ്റ്ലി തന്നെ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് അതിരപ്പിള്ളി. അല്ലെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളും കൂടിയുണ്ട്. ഹെവി റെയിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങൾക്കുണ്ടായ അനുഭവം തന്നെ ഉണ്ടായിരിക്കും. വഴിമധ്യേ നമുക്ക് ഒരു സൈഡിലായിട്ട് മുഴുവൻ തന്നെ പാം ഓയിലിൻ്റെ പനകളാണ് കാണുന്നത്. പോകുന്ന വഴിക്ക് നമുക്ക് അമ്യൂസ്മെൻറ്റ് ആൻഡ് വാട്ടർ തീം പാർക്കുകളും കാണാം. സിൽവർ സ്റ്റോം, സ്നോ സ്റ്റോം, ഡ്രീം വേൾഡ് ഇതെല്ലാം ഈ ഒരു ഭാഗത്താണ്. നിങ്ങൾ ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരു മടിയും കാണിക്കണ്ട കേട്ടോ. ഈ വനമേഖലയിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് കെയർഫുൾ ആയിരിക്കണം. ഇത് കണ്ടില്ലേ, സംബാർ ഡിയർ ആണ്. മ്ലാവ് എന്നൊക്കെ മലയാളത്തിൽ പറയും. ഇവനിപ്പോൾ ക്രോസ് ചെയ്തുള്ളൂ കേട്ടോ. വാട്ടർഫാൾസ് കാണാൻ പോകുന്നത്. അപ്പൊ കണ്ടില്ലേ, നമുക്കെല്ലാം മഴ നനഞ്ഞു, നല്ല മഴയാണ്.
സാധാരണ ഫാമിലി ആയിട്ടൊക്കെ ടൂർ പോകുമ്പോൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ സംഭവിക്കാവുന്ന കാഴ്ച എന്ന് പറയുന്നത് ഡോറ് തുറന്നു നോക്കും, മഴയാണെങ്കിൽ പറയും അയ്യോ ഇന്നും മഴയാണല്ലോ, എന്നാൽ അടുത്ത ദിവസം പോകാം എന്നും പറഞ്ഞ് നിരാശയോടെ വീട്ടിലിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടാകാറ്. എന്നാൽ ഇത്തവണ അങ്ങനെ ആയിരുന്നില്ല. ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതും മഴയാണെങ്കിലും എന്തുമാവട്ടെ എന്നുള്ള രീതിയിലാണ് പുറത്തേക്ക് ഇറങ്ങിയത്. വിത്ത് ഫുൾ ഫാമിലി, ഫുൾ സ്പിരിറ്റോട് കൂടി തന്നെ. ചാലക്കുടിയിൽ സ്ഥിതി ചെയ്യുന്ന അതിരപ്പള്ളി വാട്ടർഫോൾസ് എന്തുകൊണ്ടും തന്നെ ചാലക്കുടി പുഴയുടെ ഭാഗമാണ്. ഷോളയാർ വനമേഖലയുടെ കവാടമാണ് അതിരപ്പള്ളി. പശ്ചിമഘട്ടത്തിലെ ആലമുടിയിൽ നിന്നും ഉത്ഭവിച്ച് വളരെ ശാന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ചാലക്കുടി പുഴ അതിരപ്പള്ളിയിലെത്തുമ്പോൾ ആ ഗാംഭീര്യം പ്രകടിപ്പിക്കും. പിന്നീട് ഏകദേശം 80 ഫീറ്റ് മുകളിൽ നിന്നും താഴേക്ക് പാറക്കൂട്ടങ്ങളിലേക്ക് ആർത്തലച്ച് വീണ് ഇതേ ഗാംഭീര്യത്തോടു കൂടി തന്നെ ഏകദേശം 1 കിലോമീറ്ററോളം വീണ്ടും സഞ്ചരിക്കും. ഈ മഴക്കാലത്ത് എന്തിനാണ് ഈ മഴയും കൊണ്ട് റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് ഈ ഒരു യാത്ര എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും അല്ലേ? എന്നാൽ വേനൽക്കാലത്തിന്റെ കാഴ്ചകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മഴക്കാലത്തിന്റെ കാഴ്ചകളിൽ അതിരപ്പള്ളി അതിന്റെ രൗദ്രഭാവത്തിൽ ഒഴുകുന്നത് കുറച്ച് പേടിയോടെയാണെങ്കിലും കണ്ടാസ്വദിക്കാൻ ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവില്ലേ? ഇപ്പൊ നമ്മൾ നല്ല കോടമഞ്ഞിന്റെ ഉള്ളിലാണ് നിൽക്കണേ. മോർണിംഗ് ഉച്ച ആവാറായി, പക്ഷെ കോടമഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. നല്ല മഴയുള്ളത് കൊണ്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നടന്നതേ വെള്ളച്ചാട്ടത്തിന്റെ ഭാഗത്തെത്തി. പക്ഷേ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വെള്ളച്ചാട്ടം അത്ര കൃത്യമായിട്ട് കാണാൻ കഴിയില്ല. മഴയും വെള്ളത്തിന്റെ കുത്തൊലിപ്പും കാരണം തന്നെ ഇവിടെ നോ എൻട്രി എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്തായാലും ഇനിയാണ് അതിസാഹസികമായ ആ യാത്ര ശരിക്കും തുടങ്ങുന്നത്. മിക്ക കാഴ്ചക്കാരും ദൂരെ നിന്നാണ് ഈ വെള്ളച്ചാട്ടം ആസ്വദിക്കാറ്. എന്നാൽ വെള്ളച്ചാട്ടത്തിന്റെ ഹൃദയം തൊട്ടറിയണമെങ്കിൽ പതനസ്ഥാനത്തേക്ക് പോകണം. പ്രകൃതിദത്തമായ കല്ലുകൾ പതിച്ച ഒരു പാത. വെള്ളച്ചാട്ടത്തിന്റെ താഴേക്കുള്ള പ്രവേശനം 5 മണി വരെയേ അനുവദിച്ചിട്ടുള്ളൂ. ഞങ്ങൾ എന്തായാലും യാത്ര തുടങ്ങി ഏകദേശം ഉച്ചയോട് അടുത്ത് തുടങ്ങി. മഴ നനഞ്ഞുകൊണ്ടിരിക്കുന്ന മൺപാതയിലൂടെ വെള്ളച്ചാട്ടത്തിന്റെ ഘനഗംഭീരമായ സ്വരം കാതോർത്തുകൊണ്ട് നമ്മൾ നടന്നു തുടങ്ങി.
നടക്കാൻ എളുപ്പമുണ്ട്, പക്ഷെ സൂക്ഷിച്ച് വേണം നടക്കാൻ. മഴയും കൂടി ഉള്ളതുകൊണ്ട് തെന്നലുണ്ടായിരിക്കും. ഭയങ്കര സൗണ്ടാണ്. വേറെ ഒന്നും കാണാനില്ല അല്ലേ? ഇവിടെ ഇതാ എ ഗുഡ് പ്രസന്റേഷൻ ഓഫ് നേച്ചർ. മഴ കൂടി ആയതുകൊണ്ട് നമുക്ക് പരസ്പരം സംസാരിക്കുന്നത് പോലും കേൾക്കുന്നില്ല. സുന്ദരിയായ അതിരപ്പിള്ളി അവളുടെ രൗദ്രഭാവത്തിൽ നമ്മളോട് പറയുന്നത് മാത്രമേ കേൾക്കാനുള്ളൂ. ജീവസമ്പത്തിന്റെ കലവറ കൂടിയാണ് ഇവിടം. ഇത്രയധികം ആർത്തുലച്ചു വരുന്ന വെള്ളച്ചാട്ടം ഒരു ഭാഗത്ത്, മറുഭാഗത്ത് വെള്ളച്ചാട്ടത്തിന്റെ പശ്ചാത്തലമൊരുക്കി ഫോട്ടോഷൂട്ട് എടുക്കുന്നവരുടെ തിരക്കും. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്, പ്രത്യേകിച്ച് ഈ സമയത്ത്. ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കൊക്കെ താഴേക്കിറങ്ങി ഇതൊക്കെ എന്തെന്ന് ഫീൽ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും വരാൻ പറ്റാത്തവരുണ്ടാകും. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. 81 ഫീറ്റാണ് ഈ ഒരു വെള്ളച്ചാട്ടത്തിന്റെ ഹൈറ്റ്. അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ്. വരണം, കാണണം. മഴ ശക്തി പ്രാപിച്ച് റെഡ് അലർട്ടിന് തൊട്ടു മുമ്പുള്ള നിമിഷങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് നിൽക്കുമ്പോൾ അവിടെ നിന്നും കാറ്റിൽ പറക്കുന്ന ജലബാഷ്പങ്ങൾ തന്നെ നമ്മളെ മുഴുവൻ നനയ്ക്കും. അതിന്റെ കൂടെ നല്ല ശക്തിയുള്ള മഴ കൂടിയായാലോ. വെള്ളത്തിന്റെ ഒഴുക്ക് കാരണം ഇവിടെ ആർക്കും തന്നെ ഇറങ്ങാനുള്ള അനുവാദമില്ല.
ഞങ്ങൾ ജസ്റ്റ് അവിടെ ഒന്ന് നടന്നതിന് ശേഷം മടങ്ങാൻ നോക്കുകയാണ്. എന്തായാലും പ്രതീക്ഷിക്കാതെയുള്ള കുറേ അനുഭവങ്ങളുമായിട്ട് അതിരപ്പള്ളിയിൽ നിന്ന് ഞങ്ങൾ യാത്ര തിരിക്കുന്നു. ഈ യാത്രയിലെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ചെറിയ ചെറിയ കാഴ്ചകളും വലിയ വലിയ സന്തോഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരയ്ക്കും സൈനിങ് ഓഫ് 777 @JackJones.